സിനു, നമുക്കിന്ന് പ്രേക്ഷകരോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. എല്ലാ പ്രേക്ഷകരും ഇത് കാണണമെന്ന് നമുക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. കാരണം നമ്മുടെ രാജ്യത്ത് ആസൂത്രിതമായി രാജ്യത്ത് ചില കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലഡാക്കിൽ കണ്ടു. അതിനുശേഷം ലഡാക്കിലെ കലാപം ഉണ്ടായതുപോലെ തന്നെ തടങ്ങി. പക്ഷേ അതിന് തൊട്ടടുത്ത ദിവസം ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടല്ല, മനഃപൂർവ്വം അങ്ങ് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതായത് വെള്ളിയാഴ്ച മസ്ജിദുകളിലെ നമാസിന് ശേഷം വ്യാപകമായി അക്രമം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം, ഈ അക്രമങ്ങൾ അല്ലെങ്കിൽ കലാപങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു നിസ്സാരമായ എന്ന് തോന്നാവുന്ന ഒരു കാര്യം, നിസ്സാരമല്ല, അതീവ ഗുരുതരമായ കാര്യമാണ്. ചിലപ്പോൾ നിസ്സാര പ്രവൃത്തിയാണെന്ന് വ്യാഖ്യാനിക്കാം, പക്ഷേ അതിന് ഗുരുതരമായ കുഴപ്പങ്ങൾ ഉണ്ടാവണമെന്നുള്ള ഇൻറ്റൻഷനുണ്ട്. ഇന്നലെ ബീഹാറിൽ വൈശാലി ജില്ലയിലെ ജാദുവ വില്ലേജ്, ഹാജിപൂരിനടുത്തുള്ള സ്ഥലമാണ്. ഈ ജാദുവ വില്ലേജിൽ ഈ നേരം വെളുത്ത് വരുമ്പോൾ ഹിന്ദുക്കളുടെ വീടുകളിലെല്ലാം, വീടുകളുടെയൊക്കെ മുറ്റത്തല്ല, വീടുകളുടെ ഭിത്തിയിൽ, മതിലിൽ പോലുമല്ല, വീടുകളുടെ ഭിത്തിയിൽ കൊണ്ടുവന്നിട്ട് ഐ ലവ് മുഹമ്മദ് എന്ന് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. അതായത് ഹിന്ദുക്കളുടെ വീടുകൾ തിരഞ്ഞു പിടിച്ച് അതിൻ്റെ ഭിത്തിയിൽ കൊണ്ടുവന്ന് ഐ ലവ് മുഹമ്മദ് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? കുറേ ആളുകൾ നോക്കുമ്പോൾ ഒരു തന്നെ അതിൽ ഓടിപ്പോകുന്നതുകൊണ്ട് അവനെ പിടിച്ചപ്പോൾ അവൻ ജുബീർ അൻസാരി എന്നാണ് അവൻ്റെ പേര്. അവൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്, നാട്ടിലുണ്ടായിരുന്നില്ല, നാട്ടിൽ നിന്ന് പുറത്തു പോയി. ഇപ്പോൾ തിരിച്ചു വന്ന് അതിനുശേഷം പോലീസ് പിന്നെയും പിടിച്ചു, 10 പേരെ പിടിച്ചു. ഇവർ പോസ്റ്റർ ഉണ്ടാക്കി, മുഹമ്മദിനെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള പോസ്റ്റർ പതിപ്പിക്കുകയാണ്. പൊതുവിടത്ത് പതിപ്പിക്കട്ടെ, അതെന്തിനാണ് ഹിന്ദുക്കളുടെ വീടുകളിൽ കൊണ്ട് പതിപ്പിക്കുന്നത്? ഹിന്ദുക്കളുടെ വീടിൻ്റെ മതിലിൽ പോലുമല്ല, ഹിന്ദുക്കളുടെ വീടിൻ്റെ മതിലിൽ കടന്ന് വളർത്തി എന്നിട്ട് ആ ഭിത്തിയിൽ ഒട്ടിക്കുന്നു. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ മലപ്പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് മുസ്ലിങ്ങളുടെ വീടുകളുടെ ഭിത്തിയിൽ കയറി ജയ് ശ്രീറാം എന്നെഴുതിയ സ്റ്റിക്കർ ഒട്ടിച്ചാൽ എന്ത് സംഭവിക്കും? കലാപം ഉണ്ടാകും, പിന്നെ വേറൊന്നും വേണ്ട ആണല്ലോ. അപ്പോൾ മനഃപൂർവ്വം ഒരു സംഘം ആളുകൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഐ ലവ് മുഹമ്മദ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന ആളുകൾ ഐ ലവ് മുഹമ്മദിനെ സ്നേഹിച്ചോട്ടെ, സ്നേഹിക്കേണ്ടവർ. ശ്രീകൃഷ്ണനെ സ്നേഹിക്കാം, ശ്രീരാമനെ സ്നേഹിക്കാം, യേശുദേവനെ സ്നേഹിക്കാം, മുഹമ്മദിനെയും സ്നേഹിക്കാം, അത് അവരുടെ അവകാശമാണ്. പക്ഷേ അതിനുവേണ്ടി രംഗത്തിറങ്ങുന്ന ആളുകൾ എന്തിനാണ് പോലീസ് വാഹനങ്ങൾ കത്തിക്കുന്നത്? എന്തിനാണ് പോലീസ് സ്റ്റേഷന് നേരെ കല്ലെറിയുന്നത്? ഇന്നലെ ഉണ്ടായ സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് നേരെ മുളക് പൊടി വിതറി ഐ ലവ് മുഹമ്മദ് പ്രകടനക്കാർ. പോകുന്ന വഴിക്ക് ഹിന്ദുക്കൾ ഒരു മാർക്കറ്റിൽ കൂടി നിൽക്കുന്നതോടെ നേരം മുളക് പൊടി അറിയണം, പ്രകോപനം ഉണ്ടാക്കുക, മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ പറയുന്നത്, ഈ പ്രവാചകൻ എന്ന് പറയുന്ന ആൾ ഈ ഇവർക്ക് ആരാധ്യനാണ്, അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർക്ക് അദ്ദേഹം സ്നേഹത്തിൻ്റെ പ്രതിരൂപമാണെന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ്റെ പേരിൽ എന്തിനാണ് ഈ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അത് പ്രവാചകൻ ആഗ്രഹിക്കുന്നതാണോ? ആണെങ്കിൽ ആണെന്നവർ പറയണം. അല്ലെങ്കിൽ പിന്നെ ഇപ്പം നമുക്കിപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പേരിലൊരു ജാഥ നടത്തിയിട്ട് കടകൾക്ക് തീ വെക്കാൻ പറ്റുമോ? കാരണം ഗാന്ധിയുടെ സിദ്ധാന്തം അഹിംസയാണ്. അഹിംസയുമായി പുലബന്ധമില്ല ഹിംസ നടത്തുന്ന അക്രമാസക്തമായ സമരങ്ങൾക്ക് എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ടാണ് മുഹമ്മദിൻ്റെ പേര് പറഞ്ഞ് നടത്തുന്ന ജാഥകൾ കലാപങ്ങളിലേക്ക്, തീവെപ്പിലേക്ക്, സംഘർഷത്തിലേക്ക് മാറുന്നത്? ഇതിനുത്തരം പറയണം. അപ്പോൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നതിന് ആർക്കിപ്പം ഒരു യൂട്യൂബർ, കാനഡയിരുന്ന് യൂട്യൂബ് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. മുഹമ്മദിനെ സ്നേഹിച്ചാൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ലെന്നേ. പക്ഷേ അങ്ങനെ സ്നേഹിക്കുന്നത് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറിയിട്ടായൊന്ന് എന്തിനാണ്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ യു-പിയിൽ ഇത് വലിയ സംഘർഷം ഉണ്ടാക്കി. യു-പിയിൽ ബറേലിയിലാണ് വലിയ സംഘർഷം ഉണ്ടാക്കിയത്. ബറേലിയിൽ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, അവിടെ ഒരു ഹർജി വന്നപ്പോൾ ഹൈക്കോടതി എന്ത് ചെയ്തു? ജാതി സംഘടനകൾ നടത്തുന്ന, മതസംഘടനകൾ നടത്തുന്ന മതപരമായ പ്രകടനങ്ങൾ നിരോധിച്ചു. ഘോഷയാത്രകളല്ല, മതത്തിൻ്റെ പേരിലുള്ള പ്രകടനങ്ങൾ നിരോധിച്ചു. ഹൈക്കോടതി നിരോധിച്ചിരിക്കുക. ഈ നിരോധനം ലംഘിച്ച് ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ ജുമാ കഴിഞ്ഞിട്ട്, വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞിട്ട് ജാഥ നടന്നു. പോലീസ് സ്വാഭാവികമായും തടഞ്ഞു. കാരണം തടഞ്ഞില്ലെങ്കിൽ പോലീസിന് പ്രശ്നമാണ്, ഹൈക്കോടതി ഉത്തരവുണ്ട്. അപ്പോൾ കല്ലേറുണ്ടായി, പോലീസ് വാഹനങ്ങൾ കത്തിച്ചു, സംഘർഷമുണ്ടായി, വലിയ സംഘർഷമുണ്ടായി. അവസാനം അവിടെ ഇത്തിഹാദ് മില്ലത്ത് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ നിയമം ലംഘിച്ച്, കോടതി ഉത്തരവ് ലംഘിച്ച് പ്രകടനം നടത്താൻ ആഹ്വാനം ചെയ്തത്. അതിൻ്റെ നേതാവായ മൗലാന തൗഖീർ റാസ എന്ന് പറയുന്ന ആളാണ്. തൗഖീർ റാസ എന്നിട്ട് പ്രസംഗിച്ച എന്താണെന്നറിയോ?
യോഗി ആദിത്യനാഥ് ഇങ്ങനെ കളിച്ചാൽ യോഗിയെ കൊന്നു കുഴിച്ചു മൂടും. സംസ്ഥാന മുഖ്യമന്ത്രിയെ കൊന്നു കുഴിച്ചു മൂടുമെന്ന് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന പേരിൽ ജാഥ നടത്തുന്ന ആൾ പ്രസംഗിക്കുന്നു. ഇതിനകത്ത് എവിടെ സ്നേഹമുള്ളത്? സ്വാഭാവികമായിട്ട് സംഭവിച്ചു. ഉത്തർപ്രദേശാണ്. പോലീസ് വന്ന് ഈ റാസയെ പൊക്കിക്കൊണ്ടുപോയി. റാസ ഇപ്പോൾ ജയിലിലാണ്. റാസയുടെ സഹായിയായിട്ടുള്ള നദീമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി അദ്ദേഹത്തെ സെൻട്രൽ ജയിലിൽ അടച്ചു. റാസയുടെ കാര്യം തീരുമാനമായി. പക്ഷേ ഇതിൻ്റെ അനുരണനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലുണ്ടാവും. ഉത്തരാഖണ്ഡിലുണ്ടാവുന്നു, ഡൽഹിയിലുണ്ടാവുന്നു. ഡൽഹിയിൽ സംഭവിച്ചത് അതിവിചിത്രമായ കാര്യമാണ്. വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് മസ്ജിദിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ വരുന്നിട്ട് ഡൽഹി മെട്രോ സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറുകയാണ്. ആരും ടിക്കറ്റും എടുക്കാതെ മറ്റേ ബാരിക്കേഡുകളുണ്ടല്ലോ, ടിക്കറ്റ് സ്കാൻ ചെയ്ത് അതെല്ലാം ചാടിക്കടന്ന് നൂറുകണക്കിന് ആളുകൾ മെട്രോ സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറും. അപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് ഇങ്ങനെ ആസൂത്രിതമായി ഒരു നീക്കം നടക്കുന്നുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ടാണ് എപ്പോൾ തുടങ്ങാത്തതെന്ന് എനിക്കറിയില്ല. എപ്പോൾ തുടങ്ങും എന്നാണ് അറിയേണ്ടത്. പലയിടത്തും ഒരേ സമയത്ത് ഐ ലവ് മുഹമ്മദ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി ഉത്തരാഖണ്ഡിൽ, ബീഹാറിൽ, ഉത്തർപ്രദേശിൽ ഒക്കെ വലിയ ആൾക്കൂട്ടം നിയമം കയ്യിലെടുത്ത് പോലീസിനെ ആക്രമിക്കുന്നു, വണ്ടി കത്തിക്കുന്നു, ഹിന്ദുക്കളെ ആക്രമിക്കുന്നു. ഇതെന്ത് സ്നേഹമാണ്? ഒരാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെ ആവണോ? അതോ അദ്ദേഹത്തിനോടുള്ള സ്നേഹം ഇങ്ങനെ ചെയ്താലേ സ്നേഹപ്രകടനം ആകൂ എന്ന് ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നതാണോ, പഠിപ്പിച്ചതാണോ പ്രശ്നം? അപ്പോൾ ഇതൊരു ഡിസൈനാണ്. രാജ്യത്ത് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആസൂത്രണം നമ്മളിത് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ പത്രങ്ങളിൽ വാർത്ത വരുന്നില്ല, നമ്മുടെ ചാനലുകൾ കാണിക്കുന്നില്ല. ഉത്തർപ്രദേശിൽ നമുക്കറിയാമല്ലോ, കേരളത്തിലെ അപേക്ഷിച്ച് കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനമുണ്ട്. ജനസംഖ്യയുടെ പകുതിയുടെ അടുത്ത് 35% ആയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ അതില്ല, യു പിയിൽ അതില്ല, ബീഹാറിൽ അതില്ല. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ചില പോക്കറ്റുകളിൽ ഇവർക്ക് ജനസംഖ്യ കൂടുതലുണ്ടെന്നല്ലാണ്ട് സംസ്ഥാനമാകെ എടുത്താൽ ജനസംഖ്യയിൽ ഹിന്ദുക്കൾ തന്നെയാണ് ഭൂരിപക്ഷം. എന്നിട്ടും അവർ സംഘടിതരായി ആൾക്കൂട്ടം മോബ് ഉണ്ടാവുമ്പോൾ അവർ അക്രമാസക്തരാകുന്നു. അത് ജൻസി കലാപത്തിന് സമയമായിരിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധിയൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ഭരണകൂടത്തെ അട്ടിമറിക്കണം, തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കാൻ പറ്റില്ല, അതിന് മതം ഉപയോഗിക്കണം, പ്രവാചകൻ്റെ പേര് പോലും ഉപയോഗിക്കണം എന്ന തരത്തിലേക്ക് ഇവർ മാറുകയാണ്. ഞാൻ ആശ്ചര്യപ്പെടുന്നു. കേരളത്തിലെ ഒരൊറ്റ മുസ്ലിം സംഘടനാ നേതാവും ഉത്തർപ്രദേശിൽ ഐ ലവ് മുഹമ്മദ് എന്നുള്ള പ്ലക്കാർഡും പിടിച്ച് ഇവർ ആരാധിക്കുന്ന മുഹമ്മദിൻ്റെ പേരും പറഞ്ഞിട്ട് കൊള്ളയും കൊള്ളിവെപ്പും കലാപവും നടത്തുന്നത് മതപരമായി ശരിയാണോ എന്നത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, എന്തുകൊണ്ടാണ് പള്ളികളിൽ നിന്ന് കൂട്ടത്തോടെ പുറത്തിറങ്ങിയാൽ കലാപത്തിന് പോകുന്നത് എന്തിനാണ്? അപ്പം ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് നേരെ കലാപത്തിലേക്ക് ഇറങ്ങണം. പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായോ നിങ്ങൾ കലാപത്തിന് ഇറങ്ങുക? പിന്നെ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ ദൈവത്തിൻ്റെ മുന്നിലല്ല പ്രാർത്ഥിക്കുന്നത്, അവിടെ വിഗ്രഹമില്ലല്ലോ. ഇല്ല, അത് ഇസ് എ പ്രെയർ ഹാൾ. അവിടെ ഒരു മൗലവി പറയുന്നത് കേട്ടിട്ട് ഇവർക്ക് പ്രചോദിതരാകാം. അങ്ങനെ സംഭവിക്കാം. ഏതായാലും ഒരു കുഴപ്പം രാജ്യത്ത് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കൃത്യമായി നോക്കിയിട്ട് ഇപ്പോൾ യു പി പോലീസ് വളരെ കർശന നടപടി എടുക്കുക. അവിടുത്തെ ഹോട്ടൽ ഷെലാക്ക് എന്ന് പറഞ്ഞ ഹോട്ടൽ അഴിച്ചുകൂടി. അവിടെയാണ് ഈ റാസയെ ഒളിപ്പിച്ചത്. പിന്നെ മുഹമ്മദ് ആരിഫ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ജൽസ ഗ്രീൻ മാരേജ് ഹാൾ അടച്ചുപൂട്ടി. അങ്ങനെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടി. അതെല്ലാം കച്ചവട സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ അക്രമം നടത്താനുള്ള ആയുധങ്ങൾ സംഭരിക്കുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ മാർക്കറ്റുകളൊക്കെ അടച്ചുപൂട്ടി. ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ വയലൻസിന്, അക്രമത്തിന് ഒത്താശ ചെയ്ത കടകളൊക്കെ അടച്ചുപൂട്ടി അവരുടെ ഒഴിയാൻ നോട്ടീസ് കൊടുത്തിരിക്കുക. അപ്പോൾ ഒരു വല്ലാത്ത ഒരു രീതിയിൽ നമ്മുടെ രാജ്യത്ത് വ്യാപകമായി കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കലാപത്തിൻ്റെ മുഖം മതത്തിൻ്റെ മുഖമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നത് നമ്മൾ ജാഗ്രതയോടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് പറയത്തില്ല. ഇപ്പോൾ കേരളത്തിൽ മാത്രം ഇത് നടക്കാത്തത് ഒരുപക്ഷെ നമ്മുടെ ഭാഗ്യമാണ്. അല്ലെങ്കിൽ കേരളത്തിൽ BJP അധികാരത്തിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെയും വരാം. അപ്പോൾ രാജ്യത്ത് വലിയ സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു ആസൂത്രണം കൃത്യമായി നടക്കുന്നുണ്ട്. അതിന് ഒരു മതത്തിൻ്റെ മുഖമുണ്ട്. പ്രവാചകനായ മുഹമ്മദ് നബി സ്നേഹത്തിൻ്റെ പ്രതിരൂപമാണെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ബോർഡുകൾ എഴുതി കയ്യിൽ പിടിച്ചിട്ട് കലാപം നടത്തുന്നവർ അക്രമകാരികൾ മാത്രമല്ല മതഭീകരന്മാർ കൂടിയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ എന്താണ് അതിനെ, പക്ഷേ ഈ അക്രമത്തെ ഒന്നും കാണാതെ, അതിനെ അപലപിക്കാതെ ഐ ലവ് മുഹമ്മദിനെ സ്നേഹിച്ചുകൂടെ എന്നും മാത്രം ചോദിക്കുന്ന ആളുകളുടെ ഉള്ളിലിരിപ്പ്, കയ്യിലിരിപ്പ് വേറെയാണ്.
അപ്പോൾ ഏതായാലും നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. രാജ്യത്ത് വലിയ കലാപം ഉണ്ടാക്കാനുള്ള ഒരു കോപ്പുകൂട്ടൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ബീഹാർ ഇലക്ഷന് മുമ്പ്, അതല്ലെങ്കിൽ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ് ബംഗാൾ ഇലക്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്. കാരണം ബീഹാറിനേക്കാളും ഭീകരമായിരിക്കും വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമ്പോൾ ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നത്. 65 ലക്ഷം പേര് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ പുറത്തായി. എന്നിട്ട് സുപ്രീം കോടതി പോലും ഞെട്ടിപ്പോയി. ഈ 65 ലക്ഷം പേരെ പുറത്താക്കിയിട്ട് ആക്ഷേപമായിട്ട് വന്ന 2 പേരാണ്. ബാക്കി ആർക്കും ആക്ഷേപമില്ല. അതുകൊണ്ട് ഈ സുപ്രീം കോടതി ബീഹാറിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറഞ്ഞു, നിങ്ങളുടെ ഏജൻറ്റുമാരെ വിട്ടിട്ട്, BLM ആണ് ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുണ്ടല്ലോ, ഏജൻറ്റുമാരെ വിട്ടിട്ട് ഈ 65 ലക്ഷം പേരോടും പരാതി ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറയാം. കാരണം ആർക്കും പരാതിയില്ല. കാരണം ഈ 65 ലക്ഷം പേർ നമ്മുടെ രാജ്യത്തെ പൗരന്മാരല്ല. കാരണം പൗരന്മാർക്ക് മാത്രമേ വോട്ടവകാശം കൊടുക്കാൻ ഇന്ത്യൻ ഭരണഘടന പറയുന്നു. ഈ 65 ലക്ഷം പേർ ഇനി എന്ത് ചെയ്യും? ഈ 65 ലക്ഷം പേർ ഇനി കലാപത്തിന് ഒരുങ്ങുമോ? പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള എത്ര ലക്ഷം ആളുകൾ ഇനി ഉണ്ടാവുമെന്ന് വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോൾ അറിയാം. ഏതായാലും ഒരു വലിയ കലാപത്തിനുള്ള ഒരുക്കം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പം UP യിൽ തന്നെ മറ്റൊരു വലിയ പ്രകടനം നടന്നത് ഞാൻ ഇന്നലെ കണ്ടു. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ തീപ്പന്തങ്ങളുമായിട്ട് പ്രകടനം നടത്തുക. ജയ് ജയ് UP പോലീസ്, മോദിയും യോഗിയും മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ്. അതാണ് അങ്ങനൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട്. കാരണം തെരുവിലിറങ്ങി നേരിടാൻ ആയാൽ തിരിച്ചിറങ്ങാനും ആൾ നമ്മുടെ നാട്ടിലുണ്ടാകും. അതിൻ്റെ ഒരു ചിത്രം കൂടി തെളിഞ്ഞു വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.